സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് മറ്റൊരു സംശയമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വീടുകളിൽ വിഗ്രഹങ്ങൾ വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കുടുംബാംഗം എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. എന്താണെന്നറിയോ, വീട്ടിൽ വിഗ്രഹം വെക്കാം എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിഗ്രഹം വെക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം പലരും പലതരത്തിൽ വിഗ്രഹങ്ങൾ വെക്കുന്നുണ്ട്, പല രൂപങ്ങളുടെ വിഗ്രഹങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ അവസരത്തിൽ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമായതുകൊണ്ട്, നിരവധി ആൾക്കാർക്കുണ്ടാകുന്ന സംശയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംശയം വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, വിഗ്രഹങ്ങൾ വെക്കുന്ന അവസരത്തിൽ അത് നമ്മുടെ ഉയരമുണ്ടല്ലോ, നമ്മുടെ ഉയരത്തിന് താഴെ വേണം വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ പരമാവധി നമ്മുടെ ഈ മുഖത്തിൻ്റെ ലെവലിന് താഴെ, അതിന് മുകളിലോട്ടാവരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏന്തി വലിഞ്ഞിട്ട് എടുക്കാനോ അതിനെ വൃത്തിയാക്കാനോ തുടക്കാനോ പിടിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ വിളക്ക് കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ എടുക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ നമ്മൾ താഴേക്ക് പോവുകയും അത് പൊട്ടിപ്പോകാനും ഇടവരും. അതുകൊണ്ട് തന്നെ ഓരോന്നിനും അതിൻ്റെതായ പിന്നിൽ ശാസ്ത്രമുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വിഗ്രഹങ്ങൾ നമ്മൾക്കാളും മുകളിൽ വെക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഒരു കാരണവശാലും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും കാര്യം നമുക്ക് എടുക്കുകയോ പിടിക്കുകയോ തുടക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മുഖത്തിൻ്റെ താഴെയായിട്ട് വരുന്ന വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഗ്രഹങ്ങൾ പലതരത്തിലായിരിക്കും. ഒന്നുകിൽ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, ദാരുശില്പമായിരിക്കും, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ ശിലകൾ കൊണ്ടുള്ളതായിരിക്കും, ലോഹങ്ങൾ കൊണ്ടുള്ള, അങ്ങനെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു വിഗ്രഹത്തിന് ഏതെങ്കിലും തരത്തിൽ പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. ഈശ്വരീയമായ ഒരു കാര്യവും അത് അനർത്ഥമാക്കും എന്നാണ് പറയുന്നത്. ഈശ്വരീയമായ ഏത് കാര്യങ്ങളും, ഒരു കണ്ണാടി പോലും പൊട്ടിയത്, ഫോട്ടോ ആയാൽ പോലും പൊട്ടിയത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അനർത്ഥമാണെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉയർച്ചയുണ്ടാകില്ല, നാശമായിരിക്കും. കാരണം അതുപോലെ നമ്മുടെ ജീവിതവും തകർന്നു പോകും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ നമ്മൾ പൂജിക്കുന്നതിനെ, നമ്മൾ ബഹുമാനിക്കുന്നതിനെ, നമ്മൾ ആദരിക്കുന്നതിനെ പൊട്ടലും വിള്ളലും ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പൊട്ടലോ വിള്ളലോ ഉണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, ഇത് നമ്മുടെ ഈ ലെവലിന് താഴെ വരണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയുക? കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വെക്കുന്ന അവസരത്തിൽ 100% അതിന് പൊടി പിടിക്കും. ഈ പൊടി പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് വേണം? അതിനെ കൃത്യമായി തുടച്ച് വൃത്തിയാക്കാൻ തന്നെ വേണം. ഒരു വിഗ്രഹമായാലും ഒരു ഫോട്ടോ ആയാലും നമ്മൾ ആദരവോട് കൂടി ഒരു സംഭവം ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ആദരവോട് തന്നെ നമ്മൾ കാണണം. ഇല്ലെങ്കിൽ നമ്മളതിനെ വെക്കാതിരിക്കാം. അതുകൊണ്ട് നിത്യേന നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറ്റിയില്ല എങ്കിലും ആഴ്ചയിലെങ്കിലും അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒരു തവണ നമ്മൾ അത് തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി അത് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഹൈറ്റിലൊക്കെ ഉയരത്തിലാണെങ്കിൽ നമുക്ക് സാധ്യമാകില്ല, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് അതിൻ്റെതായ ഉയരത്തിൽ വെച്ചിട്ട് നമുക്ക് അത് പരമാവധി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് പറ്റുമെങ്കിൽ ഞാൻ ഇതുപോലെ നല്ല ശിലാരൂപത്തിലുള്ളതൊക്കെ ആണെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ പൊടി പോകണമെന്നില്ല, അത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാലും നല്ലതായിരിക്കും എന്നർത്ഥം. ലോഹരൂപത്തിലുള്ളതായാലും നമുക്ക് കഴുകി വൃത്തിയാക്കാം. ചിലത് നമുക്ക് കഴുകി, ഇപ്പോൾ മണ്ണിൻ്റെതാണെങ്കിൽ നമുക്ക് കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അലിഞ്ഞു പോകാനോ പ്ലാസ്റ്റർ പാരീസൊക്കെ കേട് സംഭവിക്കാനോ സാധ്യതയുള്ളതുകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെയോ, ഈ വിഗ്രഹം ഒരു കാരണവശാലും നിലത്ത് വെക്കാതിരിക്കുക. കാരണം നിലവിളക്ക് പോലും നമ്മൾ നിലത്ത് വെക്കില്ല. കാരണം എന്താ? ആദരവ് സൂചകമായിട്ടും. പിന്നെ അതിന് പിന്നൊരു ശാസ്ത്രീയമുണ്ട്, അത് ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞതാണ്. അപ്പം നമ്മൾക്ക് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടത്, പൂജിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ ഒരു കാരണവശാലും നിലത്ത് വെക്കരുത്. ഒരു പീഠത്തിൽ വെക്കുക.
പീഠമില്ല. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ നമുക്ക് വെക്കാം. പ്ലേറ്റ് വെക്കാൻ അതിന് പറ്റിയ പ്ലേറ്റ് ഇല്ല എങ്കിൽ ഒരു തുണി വിരിച്ച്, ഒരു മഞ്ഞപ്പട്ടോ അല്ലെങ്കിൽ ചുവന്ന പട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ വെക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും വെച്ചിട്ടേ ഇത് വെക്കാവൂ എന്ന് നമ്മൾ ചിന്തിക്കാം. വെറും തറയിൽ ഒരു കാരണവശാലും ഈ പറയുന്ന വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ വിഗ്രഹങ്ങൾ വെക്കുന്ന അവസരത്തിൽ ഏത് ഭാഗത്തേക്ക് വെക്കണം എന്നുള്ളതാണ്. പലരും പറയും വിഗ്രഹങ്ങൾ വെക്കുന്ന അവസരത്തിൽ കിഴക്കോട്ട് തിരിച്ച് വെക്കണം എന്ന്. കിഴക്കോട്ട് തിരിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുഖം പടിഞ്ഞാറാട്ടാണെന്നിരിക്കട്ടെ, ആ വീടിൻ്റെ പൂജാമുറി പടിഞ്ഞാറ് ഭാഗത്താണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ കിഴക്കോട്ട് നോക്കി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നേരെ ചുമരിൻ്റെ അങ്ങോട്ടേക്ക് മുഖമായിട്ട് ഉണ്ടാവുക, നമ്മുടെ നേർക്കല്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങൾ വെക്കുന്ന അവസരത്തിൽ വിഗ്രഹം നമുക്കനുകൂലമായ വിധത്തിൽ വേണം വെക്കാൻ. നമുക്കനുകൂലമായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഭക്തന് വേണ്ടിയിട്ടാണ് വിഗ്രഹം വെച്ചിരിക്കുന്നത്, ആണോ അല്ലയോ? ഒരുവിധം ആൾക്കാരൊക്കെ പറയും കിഴക്കോട്ട് വെക്കണം, കിഴക്കോട്ട് വെക്കണം എന്ന് പറയും. ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലല്ല, വീടിലാണ്. അപ്പോൾ വീടിനകത്ത് നമ്മൾ അവിടെ ആ ഒരു വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ആ വിഗ്രഹം ആർക്ക് നേരെയായിരിക്കണം? ആ ഭക്തൻ്റെ നേർക്കായിരിക്കണം. ഒന്ന്. രണ്ടാമത് ആ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്ന വിധത്തിലായിരിക്കണം. പുറംചുവരിലേക്ക് നോക്കി നിൽക്കുന്ന വിധത്തിൽ കിഴക്കോട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പുറംചുവരിനൊക്കെ പോയി എന്ത് ചെയ്യും? അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഭഗവാന്റെ ഐശ്വര്യം ഉണ്ടാവണം, ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ ദൃഷ്ടി ആ വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലാ മുറിയിലേക്കും കാണത്തക്ക വിധത്തിൽ വെക്കുകയാണെങ്കിൽ ഉത്തമമാണ്. അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന ഭക്തന് ഭഗവാനെ കാണാനും ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുള്ള വിധത്തിൽ വേണം വിഗ്രഹങ്ങൾ വെക്കാൻ. അല്ലാതെ കിഴക്കോട്ട് വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇങ്ങനെ ചില ആൾക്കാർ നമ്മൾ അടിച്ചേൽപ്പിക്കും. അത് ഉദയ സൂര്യനെ സാക്ഷിയാക്കിയിട്ടാണ്. ഉദയ സൂര്യനെ സാക്ഷിയാണ് നമ്മൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൊതുവേദിയിലോ നമ്മൾ വെക്കുകയാണെങ്കിൽ വിഷമമില്ല. നമ്മൾ ഒരു മൈതാനത്തൊരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു ഭജന നടക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ കിഴക്കോട്ട് വെക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പൂജാമുറിയിലാണെങ്കിൽ പല ആൾക്കാർക്ക് പലതരത്തിലായിരിക്കും. ചിലപ്പോൾ പൂജാമുറി ഉണ്ടാവണമെന്നില്ല. പൂജാമുറി ഇല്ല എങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. വെക്കാം. നിങ്ങൾക്ക് ഹാളിൽ വിളക്ക് കൊടുക്കുന്ന ഹാളിലാണെങ്കിൽ അവിടെ വെക്കാം, ഒരു തെറ്റുമില്ല കേട്ടോ. നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി, നമ്മുടെ ആനന്ദത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ വിഗ്രഹം. നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നാട്ടുകാരെ സന്തോഷിപ്പിക്കാനാണോ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണോ? അല്ല. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് ആ ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാനെ പറ്റി ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് എവിടെയും വെക്കാം. പക്ഷെ അത് അശുദ്ധിയാവാത്ത സ്ഥലത്ത് വെക്കണം. കച്ചറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, ശുദ്ധമായ ഒരു സ്ഥലത്ത് എവിടെ വെച്ചാലും ഒരു ദോഷവുമില്ല. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വെക്കുന്നത്. ഈ ക്ഷേത്രം തന്നെ പണിയുന്നത് എന്തിനാ? നമ്മുടെ ആനന്ദത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആധ്യാത്മികമായ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞാണോ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്? എനിക്ക് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ഭഗവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ആധ്യാത്മികമായ തലത്തിൽ ഉയരുന്നതിന് വേണ്ടിയിട്ട് ആണ് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു വീട്ടിലുള്ള അവരെ എല്ലാം തന്നെ ആത്മീയതയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇതുപോലത്തെ വിഗ്രഹങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ വിഗ്രഹങ്ങൾ വെക്കുന്നതായാലും ഫോട്ടോ വെക്കുന്നതായാലും രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ. വിശേഷേണ ഗ്രാഹ്യതേ ഇതി വിഗ്രഹ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോട്ടോയും വിഗ്രഹത്തിൽപ്പെടും. കാരണം അത് വിശേഷേണ ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഫോട്ടോ. ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിക്കണ്ണനെ നമുക്ക് കാണാൻ കഴിയും. ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗണപതിയെ കാണാൻ പറ്റും, എൻ്റെ ശിവനെ കാണാൻ പറ്റും. അപ്പോൾ ആ ശിവനെ നമ്മൾ ആ ഫോട്ടോയിലൂടെ കാണുന്നുണ്ടെങ്കിൽ അതും വിഗ്രഹം തന്നെയാണ്. നമ്മൾ ചിന്ത ചെയ്യുന്ന ഈ ഒരു പ്രതിമ രൂപത്തിലുള്ളത് മാത്രമേ വിഗ്രഹം എന്നുള്ളത് അങ്ങനെ തെറ്റാണ്. വിശേഷേണ ഗ്രാഹ്യത ഇതി വിഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസും വിഗ്രഹത്തിൽ പെടും. അത് രൂപം മാത്രമല്ല എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആനന്ദത്തിന് വേണ്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന വിഗ്രഹം ശുദ്ധമായ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷേ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക, അതിൻ്റെ മുന്നിൽ നിത്യേന നിയമേന പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക.
കാരണം അതിന് നിവേദ്യം കൊടുക്കുന്നു, അതിന് പ്രസാദം കൊടുക്കുന്നു, അതിന് പൂജകൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യവും നിയമനം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചൈതന്യം വരാൻ സാധ്യതയുണ്ട്. ഇത് കൊച്ചു കുട്ടികൾ പോലും, നമ്മുടെ പിള്ളേരമ്പലം എന്നിട്ടൊരു അമ്പലമുണ്ട്, അവിടെ കൊച്ചു കുട്ടികളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് പോലും ചൈതന്യം വന്നിട്ടുണ്ട്. ഭഗവാന്റെ ചൈതന്യം എല്ലാ സ്ഥലത്തും നിറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ചില അവസരങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണല്ലോ, ഒരു ആചാര്യൻ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ചൈതന്യം വരിക എന്നുള്ളതാണ്. പക്ഷേ അതിന് വേറെ തന്നെ ഒരു ചൈതന്യമുണ്ട്. ആചാര്യൻ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്, ഒരു ഇലക്ട്രീഷ്യൻ ഒരു വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ക്ലിയറായിരിക്കും, കൃത്യമായിരിക്കും, അത് ജീവനുള്ളതുപോലെയായിരിക്കും. ഇനി ഇലക്ട്രിക്കൽ അറിയാത്ത ഒരാളാണ് ചെയ്തതെങ്കിലോ അതിനെന്തെങ്കിലും അപാകതകളുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ, ആ വിഗ്രഹം അവിടെ വെച്ച് നമ്മൾ അതേപോലെ നിവേദ്യങ്ങളും മറ്റു കാര്യങ്ങളും നിത്യേന നിയമേന ചെയ്യുന്ന അവസരത്തിൽ അതിലേക്ക് നമ്മളിൽ നിന്നുള്ള ഒരു എനർജി അതിലേക്ക് വന്നു. നമ്മുടേതായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഒരു എനർജി നമ്മൾ ഈശ്വരൻ അതിലൂടെ കാണുമ്പോൾ അതിലേക്ക് ആ എനർജി അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിത്യേന നിയമേന നിവേദ്യങ്ങളും വെച്ച് പായസം ഉണ്ടാക്കി, അതുപോലെ തന്നെ വെള്ള നിവേദ്യമൊക്കെ ഉണ്ടാക്കി പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, വിഗ്രഹത്തിൽ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോട്ടോയിൽ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിത്യേന പ്രാർത്ഥിക്കാനുള്ളതാണ് പൂജാമുറി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ പൂജാമുറിയിലോ ഹാളിലോ ഉള്ള ആ വിഗ്രഹമാവട്ടെ അല്ലെങ്കിൽ ഫോട്ടോ ആവട്ടെ, അവിടെ നമ്മൾ ഒരിക്കലും നിത്യപൂജാതി നിവേദ്യാദി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് പിന്നീട് നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ വിഗ്രഹത്തിൽ ചൈതന്യം വന്ന് നിറയാൻ ഇടവരും എന്നാണ് പറയുന്നത്. കാരണം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നിടത്തേക്ക് ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം എത്തിച്ചേരും. നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈശ്വരീയമായ ചൈതന്യം വന്ന് നിറയും. നിങ്ങളുടെ സ്വഭാവത്തിനും പ്രവർത്തനത്തിനും അത് കാണാൻ പറ്റും. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഈശ്വരീയമായ കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിലേക്കും ഈ ചൈതന്യം വരികയും പിന്നീട് നിങ്ങളത് ചെയ്തു, നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാതിരിക്കുന്ന അവസരത്തിൽ ആ ചൈതന്യത്തിനെ പട്ടിണിക്കിടുന്നതിന് തുല്യമാകും എന്നർത്ഥം. നിങ്ങൾക്ക് കാലശേഷം നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കളും കൃത്യമായി ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് അത് പകുതി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം കൊണ്ട് നിങ്ങൾക്ക്, കാരണം നിങ്ങൾ കുറേ കാലം അതിന് ഇത് കൊടുത്തിട്ട് പിന്നീട് കൊടുക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്, അതൊരു മുഷിച്ചലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നിത്യേന പ്രാർത്ഥിക്കുക, കീർത്തനങ്ങൾ ചൊല്ലാം, ഇടയ്ക്കൊരു മാല ചാർത്തി കൊടുക്കുക, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് നമ്മുടെ പിറന്നാൾ ദിവസം നമ്മളൊരു നിവേദ്യം അത് കൊടുത്താൽ അത് വലിയ ദോഷമൊന്നുമില്ല കേട്ടോ. നിത്യേന നിയമേന നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ട് വരുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.